ഹലോ എവരി വൺ. നമ്മുടെ RRB NTPC എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പെർസെൻറ്റേജ്. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷനിലോട്ടുള്ള കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊരു ബേസിക് ചാപ്റ്ററാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ നമുക്ക് ഈ പെർസെൻറ്റേജിന് ആവശ്യമായിട്ട് വരും. 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 രൂപയ്ക്ക് 1 രൂപ ലാഭം, 5-1 ആ ഫ്രാക്ഷൻ അറിഞ്ഞിരുന്ന കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് റേഷ്യോ മെത്തേഡിലൊക്കെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യം പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ ആണ്. സോ ആ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ പറഞ്ഞു തന്നിട്ട് ആ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാം. നമ്മുടെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ഒരു സെക്ഷനാണിത്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ബൈ ഹാർട്ട് ആക്കി കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. അപ്പോൾ പെർസെൻറ്റേജ് തന്നിരുന്ന ഇനി പെട്ടെന്ന് അതിൻ്റെ ഫ്രാക്ഷൻ പറയാൻ എല്ലാവർക്കും പറ്റും. സോ ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്താ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100-ൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? 100-ൽ എത്ര ആണെന്ന് പറയുന്നതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 20% എന്നുണ്ട്. 20% എന്താ അതിൻ്റെ മീനിങ്? 20 ഔട്ട് ഓഫ് 100, അല്ലേ? 20. 100-ൽ 20 എന്നാണ് മീനിങ്. 100-ന് 20 എന്നാണ്. 20% മാർക്സ് ആണെങ്കിൽ 100 മാർക്കിൽ 20 മാർക്ക്. 25% മാർക്ക് ആണെങ്കിൽ 100-ൽ 25. അപ്പോൾ 100-ൽ പ്രസ്താവിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര ഉണ്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യാൻ, പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. സോ 20/100 എത്ര വരും? 1/5 ആണ്. ഇനി 25%-നെയാണ് നിങ്ങൾക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ എഴുതാം? 25/100 എന്ന് എഴുതാം. 25/100 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/4. അപ്പോൾ ഇതൊക്കെ ഈസിയാണ്, അല്ലേ? കട്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് 5 കട്ട് ചെയ്ത് എഴുതാനും 1/5 എഴുതാനും ഒക്കെ പറ്റും. എങ്കിലും ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമുക്ക് വേറൊരു പെർസെൻറ്റേജ് ആണ് തരുന്നത്. 16 2/3%, അല്ലെങ്കിൽ 33 1/3%, അല്ലെ 12 1/2%. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സമയം എടുക്കുമല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം എടുക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു ഈസി ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ഒന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് 1 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1 ആകുമ്പോഴത്തേക്കും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 അല്ലെങ്കിൽ 2/2, 100 ഔട്ട് ഓഫ് 100, അല്ലേ? ഫുൾ ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ട്, അതായത് 100% ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്, അല്ലേ? 5 ഔട്ട് ഓഫ് 5, 5-ൽ 5, അതാണല്ലോ 1. 5/5 ആണല്ലോ 1, അല്ലെ 10/10 ആണല്ലോ 1, അല്ലെ 100/100 ആണല്ലോ 1. സോ 100% ആണ്. 1 എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ 1-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് 100% ആണ്. ഇനി ഇതിൻ്റെ പകുതി എടുക്കാം. 1-ൻ്റെ പകുതി എത്ര? 1/2 അല്ലേ? 1-ൻ്റെ പകുതി എത്ര? 1/2 അല്ലേ? അപ്പോൾ 1/2-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്തായിരിക്കും? 100-ൻ്റെ പകുതി, അല്ലേ? 50%. 1/2-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 50%. അടുത്തത് 1/3. ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1/3-ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 33 1/3 ആണ്. 33 1/3 അല്ലെങ്കിൽ 33.33% എന്ന് പറയും. 33 1/3 അല്ലെങ്കിൽ 33.33%. അടുത്തത് 1/4 ആണ്. 1/4 നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. 1/2-ൻ്റെ പകുതിയല്ലേ 1/4? 1/2 അറിയാമെങ്കിൽ 1/4 എഴുതിക്കൂടെ? 1/2 എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ 1/4 എന്ത് വരും? 25% വരെ, 25%, 25%. സോ 1/2, 1/3, 1/4. അടുത്തത് 1/5. 1/5 എന്താ വരുന്നത്? നമ്മൾ ചെയ്തതാണ്, ഇച്ചിരി മുമ്പേ ചെയ്തതേ ഉള്ളൂ. എന്താണ്? 20% ആണ്, അല്ലേ? 20% ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 100% ആണ്,
1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. 1/3 33 1/3% ആണ്. 1/4 25% ആണ്. 1/5 20% ആണ്. ഇനി അടുത്തത് 1/6 ആണ്. 1/6 എന്ന് പറയുമ്പോൾ 1/3യുടെ പകുതിയാണ് അല്ലേ? 1/3യുടെ പകുതിയാണ് 1/6 എന്ന് പറയുന്നത്. 1/2ന്റെ പകുതിയാണ് 1/4. അപ്പോൾ അത് 50 ആയിരുന്നപ്പോൾ ഇത് 25 ആയി. സോ 1/3യുടെ പകുതിയാണ് 1/6 എന്ന് പറയുന്നത്. അപ്പോൾ 33 1/3യുടെ പകുതി. 33 1/3യുടെ പകുതി എന്ത് വരും? 32ന്റെ പകുതി എന്താ? 32ന്റെ പകുതി 16. ബാക്കി ഒരു 0.66 16.666%. 16.66% അല്ലെ 16 2/3 16 2/3%. 33 1/3%, 16 2/3%. ഇത്രയുമാണ് ആദ്യം ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഒന്ന് പഠിച്ചു നോക്കി. 1 എന്ന് പറഞ്ഞാൽ 100%, 1/2 എന്താണ്? 50%, 1/4 എന്താണ്? 25%. അത് ഓർഡറിൽ പഠിക്കാം. 1 1/2 1/4 1/8 അല്ലേ? അതൊരു ഓർഡറിൽ പഠിക്കാൻ പറ്റും. ബാലൻസ് കൂടെ പറഞ്ഞുതരാം. സോ ഇത് ഇത്രയും പഠിച്ചു വെക്കേ. 1 100%, 1/2 50%, 1/3 33.33%, 1/4 25%, 1/5 20%, 1/6 16.66%. അടുത്ത 1/7. 1/7 നമുക്കൊരു സീരീസ് പോലെ അങ്ങ് പഠിക്കാം. അതായത് 1/7 കണ്ടുപിടിക്കാനും 2/7 കണ്ടുപിടിക്കാനും 3/7 കണ്ടുപിടിക്കാനും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പഠിക്കാം. ഇവിടെ നോക്കേ, 1/5 20% ആണ്. 1/5 20% ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം 2/5 എന്താണെന്നാണ്. 1/5 20% ആണെങ്കിൽ 2/5 എന്തായിരിക്കും? 1/5ന്റെ ഡബിൾ അല്ലേ 2/5. സോ 20%ന്റെ ഡബിൾ 40%. 1/5ന്റെ ഡബിൾ ആണ് 2/5. സോ 20%ന്റെ ഡബിൾ 4/5. ഇനി 3/5 ആയിരുന്നെങ്കിലോ? 3/5 ആയിരുന്നെങ്കിലോ? 1/5ന്റെ 3 ടൈംസ് ആണ്. സോ 3/5 എന്ന് പറയുമ്പോൾ 60%. മനസ്സിലായോ? അതുപോലെ തന്നെ 1/4 25%. അപ്പോൾ 3/4 എന്ത് വരും? 3/4 എന്ത് വരും? 1/4 into 3, that is 25 into 3, 75%. 75%. അപ്പോൾ ബേസ് അറിയാമെങ്കിൽ 4ന്റെ ഡിനോമിനേറ്ററിലുള്ള, അതായത് 4 ഡിനോമിനേറ്ററിലുള്ള 1/4 അറിയാമെങ്കിൽ 4 ഡിനോമിനേറ്ററിലുള്ള 2/4 3/4 അങ്ങനെ എന്ത് വേണേലും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 5 ഡിനോമിനേറ്ററിലുള്ള 1/5 അറിയാമെങ്കിൽ 2/5 കണ്ടുപിടിക്കാം, 3/5 കണ്ടുപിടിക്കാം, 4/5 കണ്ടുപിടിക്കാം. അതുപോലെ 7 ഡിനോമിനേറ്ററിലുള്ള 1/7 അറിയാമെങ്കിൽ 2/7 3/7 4/7 5/7 എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, 1/7ന്റെ സീരീസ് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഇത്രയും നമ്പർ ഒന്ന് ഓർത്ത് വെക്കണം. 14 എന്ന് പറഞ്ഞാൽ നമ്മുടെ 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 28. അടുത്ത 57 ആണ് ഓർക്കേണ്ടത്. 56 അല്ല 57 ഓർക്കുക കേട്ടോ. 14 അതിൻ്റെ ഡബിളായി 28. പിന്നെ 56 അല്ല 57, ഒന്ന് റൗണ്ട് ചെയ്ത് 57 ആണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ഓർക്കുമല്ലോ. 14 28 57. ഈ നമ്പർ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ 1/7 എഴുതും, 2/7 എഴുതും, 3/7 എഴുതും, 4/7 എഴുതും, 5/7 എഴുതും, 6/7 എഴുതും. ഇത്രയും പഠിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓർക്കുന്നതിന് പാടില്ലല്ലോ. 14 28 57 14 28 57. അങ്ങനെയാണെങ്കിൽ 1/7ഉം 2/7ഉം ഈസി ആയിട്ട് എഴുതാം. 1/7 എന്ന് പറഞ്ഞാൽ 14.28 ആയിരിക്കും. 2/7 എന്ന് പറഞ്ഞാൽ 28.57 ആയിരിക്കും. എന്താണ്? 1/4 എഴുതാൻ നേരത്ത് 1 എന്ന് എങ്ങനെ എഴുതി പോയാൽ മതി, 4 നമ്പർ എഴുതിയാൽ മതി കേട്ടോ. 14.28. 1/7 എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതി അല്ലേ? 14.28. ഇനി 2/7 എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 2 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 28.57. 28.57. അടുത്തത് 3/7ഉം 4/7ഉം എങ്ങനെ എഴുതുന്നതാണ്? 3/7ഉം 4/7ഉം 1 വന്നപ്പോൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്തു, 2 വന്നപ്പോൾ 2 എന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ 3ഉം 4ഉം വരുമ്പോൾ നെക്സ്റ്റ് നമ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 ആണെങ്കിൽ 4 എന്ന് സ്റ്റാർട്ട് ചെയ്യണം, 4 ആണെങ്കിൽ 5 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം 3യിൽ ഇവിടെ നമ്പർ ഒന്നും ഇല്ലല്ലോ, 3യിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു നമ്പർ അവിടെ ഇല്ലല്ലോ. അങ്ങനെ ഓർത്താൽ മതി. നെക്സ്റ്റ് നമ്പർ അതായത് 42.85. പഠിക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ്. ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. 42.85. അപ്പം 4/7 എന്തായിരിക്കും? 57.14.
57.14 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 14, 28, 57 നമുക്കറിയാം. 3/7 എന്ന് പറഞ്ഞാൽ 4ൽ സ്റ്റാർട്ട് ചെയ്യണം. 42.85ഉം 57.14ഉം. അങ്ങനെയാണെങ്കിൽ 5/7ഉം 6/7ഉം കൂടെ അല്ലേ ഉള്ളൂ. അതെങ്ങനെ എഴുതാം? 5/7ഉം 6/7ഉം കൂടെ അല്ലേ ഉള്ളൂ. അതെങ്ങനെ എഴുതാം? 3ഉം 4ഉം വന്നപ്പോൾ നെക്സ്റ്റ് നമ്പർ ആയിരുന്നെങ്കിൽ 5ഉം 6ഉം വരുമ്പോൾ നെക്സ്റ്റിൻ്റെ നെക്സ്റ്റ് എഴുതണം. അതായത് 5 കഴിഞ്ഞ് 6 അല്ല 7 സ്റ്റാർട്ട് ചെയ്യണം. 77 കഴിഞ്ഞാൽ ഇവിടെ എഴുതണേ 71.42. അപ്പോൾ 6/7 എന്ത് വരും? 6/7 എന്ത് വരും? 7ഉം എഴുതത്തില്ല, 8 എഴുതണം അല്ലേ? 85.71. 85.71. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഓർഡർ അറിയാമെങ്കിൽ 1ഉം 2ഉം അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, 3ഉം 4ഉം നെക്സ്റ്റ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം, 5ഉം 6ഉം അതിൻ്റെ നെക്സ്റ്റ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/4ഉം 1/7ഉം എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ. 100%, 1/2 50%, 1/3 33.33%, 1/4 25%. ഈ 1/4 ന്ന് 2/4 3/4 ഒക്കെ നമുക്ക് എഴുതാം. 1/5 20%, 1/6 16.66%. ആ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1/5 20% ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആണ് 2/5. സോ ഇവിടെയും ഡബിൾ എടുത്താൽ മതി. അതുപോലെ 1/4 25% ആണെങ്കിൽ 3/4 എന്ന് പറഞ്ഞാൽ 1/4 × 3 ആണ്. സോ 25 × 3 ചെയ്താൽ മതി 75%. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത്രയും നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ജനറലായിട്ട് പറഞ്ഞ ബേസിക്കായിട്ട് പറഞ്ഞത് 100% ആണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. 1/2 എന്തായിരുന്നു? 50% ആയിരുന്നു. 1/3 എന്തായിരുന്നു? 33.33% ആയിരുന്നു. 1/4 എന്ന് പറഞ്ഞേ 25% ആയിരുന്നു. 1/5 20% ആയിരുന്നു. 1/6 16.66% ആയിരുന്നു. 1/7 എന്തായിരുന്നു? 14.28%. അടുത്ത 1/8 ആണ്. 1/8 ആണ്. 1/8 എന്ത് വരും? 1/8 1/2ന്റെ പകുതിയായിരുന്നു 1/4. 1/4ന്റെ പകുതിയല്ലേ 1/8? 50ന്റെ പകുതി 25, 25ന്റെ പകുതി 12.5 അല്ലേ? 12 1/2 അല്ലെങ്കിൽ 12.5%. 12.5 അല്ലെ 12 1/2 അല്ലെങ്കിൽ 12.5% ആണ് 1/8. അടുത്തത് 1/9 ആണ്. 1/9ഉം 1/11ഉം പഠിക്കാൻ എളുപ്പമാണ്. 1/9ഉം 1/11ഉം പഠിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ 1/9 എന്ന് പറഞ്ഞാൽ 11 1/9% ആണ്. 1/9 അതുപോലെ എഴുതാം, കൂടെ 11 വരിക. എന്നാൽ 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. 9 1/11%. 1/9 എന്ന് പറഞ്ഞാൽ 11 1/9% ആണ്. അതുപോലെ 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ടല്ലോ 1/10. 1/10 എന്താണ്? 1/10 × 100 10%. അത് എളുപ്പമല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ? 1/10 എന്താണ്? 10% അല്ലേ? 10ൽ 1 എന്ന് പറഞ്ഞാൽ 10% അല്ലേ? 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. സോ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനിയും ഉണ്ട് 1/12, അതുപോലെ 1/8ന്റെ പകുതി എന്ന് വെച്ചാൽ 1/16 അല്ലേ? 1/8ന്റെ പകുതി എടുത്താൽ 1/16. 12.5ന്റെ പകുതി 12ന്റെ പകുതി 6, 0.5ന്റെ പകുതി 0.25. സോ 6.25 അല്ലെങ്കിൽ 6 1/4% എന്ന് പറയും. 6 1/4% അല്ലെങ്കിൽ 6.25. അപ്പോൾ 1/8 അറിയാമെങ്കിൽ 1/16 ജസ്റ്റ് പകുതി എടുത്താൽ മതി. അപ്പം 1/2 50%, 1/4 അതിൻ്റെ പകുതി 25%, അതിൻ്റെ പകുതി 1/8 12.5%, അതിൻ്റെ പകുതി 1/16 6.25%. ഇനി നമുക്ക് ആ 1/9 സീരീസ് നോക്കാം. 1/9 എന്തായിരുന്നു? 11 1/9% അല്ലേ? 11 1/9%. 11 1/9 എന്ന് വെച്ചാൽ 11.11%. അപ്പോൾ 2/9 എന്ത് വരും? 2/9 എന്ത് വരും? 22.22%. 3/9 എന്ത് വരും? 33.33% അല്ലേ? കാരണം 11 1/9 എന്ന് പറഞ്ഞാൽ 11.11 ആണ്.
ഇൻറ്റു 2 ആണ്. 1/9 കൂടി ഇൻറ്റു 2 ചെയ്യുന്നതിന് പകരം 11.11 കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 22.22%. 3/9 ആണ് 33.33%. 4/9 ആണെങ്കിൽ 44.44%. അതുപോലെ 1/11 എന്തായിരുന്നു? 1/11 എന്തായിരുന്നു? 9.09% ആണ് അല്ലേ? 9 1/11 അല്ലെങ്കിൽ 9.09%. അപ്പോൾ 2/11 എന്ത് വരും? 18.18% അല്ലേ? 3/11 എന്ത് വരും? 9 × 2 18. അതുപോലെ 3 × 9 27. 27.27%. 4/11 ആകുമ്പോൾ 36.36%. 5/11 ആകുമ്പോൾ 45.45%. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 1/9 സീരീസും എളുപ്പമാണ്, 1/11 സീരീസും എളുപ്പമാണ് അല്ലേ? അപ്പോൾ നമ്മൾ 1/11 വരെ പറഞ്ഞു. ഇനി 1/12 എന്ത് വരും? 1/12 എന്ത് വരും? 1/4 എന്ന് പറഞ്ഞാൽ 25 ആണ്. 1/12 എന്ന് പറഞ്ഞാൽ 25/3. 25/3 അല്ലേ വരുന്നത് 1/12 എന്ന് പറയുമ്പോൾ? അല്ലെങ്കിൽ 1/3/4 എടുക്കണം, അല്ലെ 1/6ന്റെ പകുതി. 1/6ന്റെ പകുതി 1/6ന്റെ പകുതിയാണ് 1/12. 1/6ന്റെ പകുതി 16ന്റെ പകുതി എത്ര വരും? 8 വരും അല്ലേ? സോ 8.33%. 8.33% ആണ് 1/12 വരുന്നത്. അതുപോലെ 1/14, 1/15. 1/15 എന്ത് വരും? 1/5 20% ആണ്. 1/15 എന്ന് പറഞ്ഞേ. 1/15 എന്ന് പറയുമ്പോൾ 20/3 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 6 2/3 അല്ലെങ്കിൽ 6.66%. 6 2/3 അല്ലെങ്കിൽ 6.66%. നോക്കേ, 6 × 3 18. 18 + 2 20. 20/3 എന്ന് വരും അല്ലേ? ക്ലിയർ ആണോ? 6.66%. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലത്തിൽ 6 2/3% ഓഫ് എ നമ്പർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 1/15 അങ്ങ് എഴുതാം, 15ൽ 1 അങ്ങ് എഴുതാം. മനസ്സിലായോ? 15ൽ 1, 15 ആയിരുന്നു നമ്പറെങ്കിൽ അതിൽ ഒരു നമ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് വളരെ ഈസിയാവും. അതുകൊണ്ട് ഈ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് കൺവേർഷൻ ടേബിൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.